ഈ വർഷവും തൃശ്ശൂർ പൂരം കടന്നുപോയി. സത്യം പറഞ്ഞാൽ സങ്കടത്തിന്റെ പൂരം എന്ന് പറയുന്നതാണ് ശരി. മലയാളികൾ, പൂരത്തിന്റെ ആസ്വാദകർ, നോക്കൂ, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഒരു ആഘോഷമായി കാണാറില്ല. കേരളത്തിന്റെ സാംസ്കാരിക നഗരിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ സംസ്കാര സമ്പന്നർ തന്നെയാണ് ആ പൂരത്തിന് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ വർഷങ്ങളായി, എത്രയോ കാലങ്ങളായി തൃശ്ശൂർ പൂരം നടക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ മൈതാനിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്ന് വരെ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല, ആവശ്യമില്ലാത്ത വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വെടിക്കെട്ട് നടക്കുന്നുണ്ട്, ആ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തേക്ക് ആവശ്യമില്ലാത്ത ആരും പോകുന്നില്ല. ആന എഴുന്നള്ളത്ത് നടത്തുന്നുണ്ട്, കുടമാറ്റം നടക്കുന്നുണ്ട്, മറ്റു പഞ്ചവാദ്യം നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്! അത്രത്തോളം അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നല്ല, ഇന്ത്യയുടെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരെ ആളെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് തൃശ്ശൂർ പൂരം. ആ ഒരു തൃശ്ശൂർ പൂരമാണ് പിണറായിയുടെ പോലീസ് കോളമാക്കി കളഞ്ഞത് ഈ വർഷം.